ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒലീവ് ബോർഡിൻ്റെ ഈ ലാസ്റ്റ് നടന്ന ലൈവ് എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്, എങ്ങനെയാണ്, ക്വാർട്ടൈൽ എന്താണ്, ഇതെല്ലാമായിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. കാരണം അതറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താണെന്നറിയാം. Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, Q3യും Q1ഉം കണ്ടുപിടിക്കണം. ഈ Q3 എന്താണ്, Q1 എന്താണ്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ആദ്യമേ തന്നെ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. 5, 8, 9, 14, 15, 19, 21. എത്ര ടൈം ഉണ്ടെന്ന് നോക്കുക. 3, 3, 3, 6, 1, 7 ടൈം. 7 ടൈം. അപ്പോൾ Q1 എന്ന് പറയുമ്പോഴത്തേക്ക് 7 പ്ലസ് 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, 4, ക്വാർട്ടൈലല്ല, 4. രണ്ടാമത്തെ ടൈം ആയിരിക്കും, സെക്കൻഡ് ടൈം ആയിരിക്കും എന്തെന്ന് പറയുന്നത്, Q1. ദെൻ Q3 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ആണ്. സോ 6th ടൈം ആയിരിക്കും Q3. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ 8 ആണ്, 6th ടൈം എന്ന് പറയുമ്പോൾ 19 ആണ്. സോ കോ എഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 19 മൈനസ് 8, 19 പ്ലസ് 8, ഇത്രയുള്ള ആകെ ചെയ്യാൻ. അതായത് 11/27 ആയിരിക്കും ആൻസർ വരുന്നത്. ഇതാണ് ആൻസർ. ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ. പക്ഷേ ഇതെങ്ങനെ വരുന്നതെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ തിയറി പോർഷൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും.